നമ്മൾ കണ്ട പോലെ അല്ല കേട്ടോ. ഞാൻ വിചാരിച്ച എനിക്ക് ചെന്നിറങ്ങും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോ എല്ലാം അവിടുത്തത് സെയിം നമ്മുടെ നാട് പോലെ തന്നെ ഫുള്ള് പച്ചപ്പും പാടവും അങ്ങനത്തെ ഭയങ്കര ഒരു സെറ്റപ്പ്. എന്താ പറയാ, കാണാൻ തന്നെ ഭയങ്കര അറ്റ്മോസ്ഫിയർ കൊണ്ടും അവിടെ മനസ്സോട് കീഴടക്കി. അടിപൊളി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് കുതിരകള് അവിടെ നിൽക്കണു. കാണാൻ നല്ല ഭംഗിയുള്ള കറുത്ത കുതിരകൾ, വാലൊക്കെ അതിൻ്റെ നല്ല അടിപൊളി. പിന്നെ അവിടെ നേരെ നമ്മളങ്ങനെ ഇറങ്ങി കോർണിഷ് റോട്ടിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കടലായിരുന്നു, പക്ഷെ വെയിലിറക്കം കാരണം വെള്ളം ഒട്ടുമില്ല. വെള്ളം അറ്റത്തേക്ക് ഒഴുകിപ്പോയി. അറ്റത്തേക്ക് കൂടെ നമുക്കൊരു ഷിപ്പ് പോണത് കാണാം. പിന്നെ അവിടേക്ക് വെള്ളത്തിൻ്റെ അവിടേക്ക് നീക്കിയിട്ടാണതായിരുന്നു കേട്ടോ. പക്ഷെ ഈ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് നോക്കി ഒരു തരി വെള്ളമില്ല അവിടേക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു. പഴയ ബിൽഡിങ്ങും ഒരു ഡബിൾ ഡെക്കർ ബസ്, ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ നമ്മളങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈവനിങ് വാക്കിന് ഇറങ്ങി. എവിടെ നോക്കിയാലും പള്ളികളാണ്. നല്ലൊരു വ്യൂ കിട്ടിയപ്പോൾ വാവയുടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ജസ്റ്റ് റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു പുഴയാണോ കനാലാണോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് സ്ഥലം. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അവിടെ ഒരു കാസ്റ്റിലുണ്ടായിരുന്നു. നല്ല വ്യൂ ഉള്ളതാണ്. അവിടെ കുറച്ചും കൂടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് സംഭവം. നല്ല വലിയൊരു കാസ്റ്റിൽ. പക്ഷേ അകത്തേക്ക് പെർമിഷൻ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ടൈമും കുറവായാലും ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ജസ്റ്റ് അതിൻ്റെ ഔട്ടറിൽ നിന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഈ റോഡ് മൊത്തം വ്യൂ ഉള്ളൊരു ഏരിയ ആണ്. പിന്നെ ഫുഡ് കോർട്ടുമാണ് പുറത്തേക്ക് പോകുന്നതോറും. ഭയങ്കര ബിസി ഷെഡ്യൂളായിട്ട് ആൾക്കാർ പോകുന്ന പോലെയാണ്. ആർക്കും സമയമില്ല. എല്ലാവരും ഭയങ്കര സടപടയെന്ന് പറഞ്ഞിട്ട് പോകുന്നത്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആരെന്താണെന്നൊന്നും അറിയില്ല. അതൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അത് ഞാൻ സ്റ്റാച്ചുവിൻ്റെ അവിടെ കറങ്ങി അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോയി. അവിടെയും വേറൊരു ചർച്ച ഉണ്ടായിരുന്നു. എല്ലാം നല്ല വലിയ പഴയ ടൈപ്പ് ചർച്ചകളാണ്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എന്താ ഒപ്പം ഒരു പില്ലർ ഭയങ്കര സ്തൂപം പോലെ ഉണ്ടാക്കി വെച്ചേക്കുക. പിന്നെ അകത്തൊന്നും വലിയ വെട്ടമില്ലേ പള്ളികൾ. അങ്ങനെ നമ്മളവിടെ തിരിച്ചു പോരാനായിട്ട് ഒരു ഡബിൾ ഡെക്കർ ബസ് പിടിച്ച് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും. ഒരേ ഒരു ബുദ്ധിമുട്ടുള്ളൂ, വണ്ടിക്ക് ഒരു ലിമിറ്റഡ് സ്പീഡിൽ കൂടുതലൊന്നും പോകില്ല. പിന്നെ ഓവർടേക്ക് ചെയ്യില്ല, അതൊന്നുമില്ല. നമ്മളിരുന്ന ഫ്രണ്ടിലിരുന്ന ചവിട്ടലാണ്. നമ്മുടെ വിചാരം നമ്മൾ മുകളിലിരുന്ന് ഓടിക്കണ ഫീലിംഗാണ് നമുക്കുണ്ടാകുക. കാരണം നല്ല വ്യൂ അല്ലേ. ബസ് അങ്ങനെ നമ്മുടെ റൂമിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് വെച്ചടിച്ച് അങ്ങനെ പോവാണ്.